ജെയിംസ് വെബ് ബഹിരാകാശ ടെലിസ്കോപ്പിലെ പുതിയ കണ്ടെത്തലുകളുടെ ഒരു അതിവേഗ വിവരണം ഇതാ. ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 15 ലക്ഷം കിലോമീറ്റർ അകലെ കിടക്കുന്ന ഈ കിടിലൻ ടെലിസ്കോപ്പ് സത്യത്തിൽ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയും നക്ഷത്രാന്തരീയ വസ്തുക്കളുടെ രഹസ്യങ്ങളും മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന മനുഷ്യരാശികളിൽ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ്. ഒന്നാമതായി ഇതിന്റെ ആ ഒരു നിർമ്മാണ രീതി തന്നെ നോക്കൂ. പ്രപഞ്ചത്തിലെ നേരിയ ചൂടുപോലും പിടിച്ചെടുക്കാൻ പറ്റിയ അടിപൊളി ഇൻഫ്രാറെഡ് സിസ്റ്റമാണിതിലുള്ളത്. ഇതിലെ ഉപകരണങ്ങൾ ഏതാണ്ട് -233 ഡിഗ്രി സെൽഷ്യസിനും താഴെയുള്ള ആ കൊടും തണുപ്പിൽ നിലനിർത്താൻ ഒരു ടെന്നീസ് കോർട്ടിന്റെ വലിപ്പമുള്ള 5 ലെയർ സൺഷീൽഡും ഒപ്പം 6.5 മീറ്റർ വലിപ്പമുള്ള സ്വർണം പൊതിഞ്ഞ കണ്ണാടികളുമുണ്ട്. സിംപിളായി പറഞ്ഞാൽ ബഹിരാകാശത്തെ പൊടിപടലങ്ങൾക്കിടയിലൂടെ വ്യക്തമായി കാണാൻ നമ്മളൊരു SPF 1 മില്യൺ സൺസ്ക്രീൻ തേച്ച ഇൻഫ്രാറെഡ് കണ്ണടകൾ വെക്കുന്നതിന് തുല്യമാണിതൊക്കെ. രണ്ടാമതായി ഈ കൊടും തണുപ്പാണ് 3I അറ്റ്ലസ് എന്ന നക്ഷത്രാന്തരീയ വാൽനക്ഷത്രത്തെക്കുറിച്ചുള്ള പുതിയ കണ്ടെത്തലിന് വെബിനെ സഹായിച്ചത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, 100 കോടി വർഷം പഴക്കമുള്ളൊരു വാൽനക്ഷത്രത്തിന്റെ ഉള്ളടക്കം നമ്മൾ എങ്ങനെയാണാവോ മനസ്സിലാക്കുക എന്ന്? വേറൊരു ഗ്രഹയൂഥത്തിൽ നിന്ന് വന്ന് സൂര്യനോടടുത്തപ്പോൾ ചൂടായിട്ടിത് മീഥേൻ വാതകം പുറത്തുവിടുന്നത് വെബ് അടുത്തിടെ കണ്ടെത്തി. ശരിക്കും ചൂടുകൊണ്ട് പുറന്തോടങ്ങനെ ഉരുകിമാറുന്ന ഒരു കോസ്മിക് ഉള്ളിയാണ് ഈ വാൽനക്ഷത്രമെന്ന് പറയാം. അവസാനമായി ഈ കിടിലൻ ഡാറ്റകൾ ഭൂമിയിലേക്ക് അയക്കുന്നത് ഇപ്പോൾ ചെറിയൊരു ട്രാഫിക് ബ്ലോക്കിലാണ്. ഭൂമിയിൽ നിന്നുള്ള മനുഷ്യരുടെ ഒരു ചാന്ദ്രദൗത്യം എങ്ങനെയാണ് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു ടെലിസ്കോപ്പിന്റെ പ്രവർത്തനത്തെ സ്ലോ ആക്കുന്നത് എന്ന് ആലോചിച്ച് അത്ഭുതം തോന്നുന്നില്ലേ? അതെ, 2026 ഏപ്രിൽ 1 നാസയുടെ ആർടെമിസ് 2 ചാന്ദ്രദൗത്യം കാരണം നാസയുടെ ബഹിരാകാശ ഇന്റർനെറ്റായ ഡീപ് സ്പേസ് നെറ്റ്വർക്കിന്റെ ലഭ്യത ഇപ്പോൾ വെറും 25% കുറഞ്ഞു. അതുകൊണ്ട് വളരെ കുറഞ്ഞ ഡേറ്റ ആവശ്യമുള്ള നിരീക്ഷണങ്ങൾ മാത്രമേ വെബ് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ആശയവിനിമയത്തിലെ ഈ ചെറിയ പരിമിതികൾക്കിടയിലും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രപഞ്ചത്തിന്റെ വിസ്മയിപ്പിക്കുന്ന രഹസ്യങ്ങൾ ജെയിംസ് വെബ് നമുക്ക് മുന്നിൽ തുറന്നുവയ്ക്കുകയാണ്.